അല്ല ഇപ്പം എന്താ എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ബിസിനസ് ചിന്ത വരാനായിട്ട്? അതല്ലടാ, നമ്മുടെ തോട്ടത്തിൽ തന്നെ ഇപ്പം അത്യാവശ്യം ചീരയും കായും പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുക്കല്ലേ നമ്മൾ. ഇതിപ്പോൾ അത് കൊടുത്തതിൻ്റെ പുറമെ നമുക്കൊരു കട ഇട്ടിട്ടിരുന്നാൽ ഹോൾസെയിൽ അല്ലാതെ കുറച്ച് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് വിലക്ക് വെക്കുമ്പോൾ കുറച്ചും കൂടി ലാഭം ഉണ്ടാവും. അല്ല മിക്കവാറും പേര് അങ്ങനെ ചെയ്യാനുണ്ട് അമ്മ. കാരണം വെച്ചാൽ ഇപ്പം നമുക്കൊരു കാരണം ഈ സാധനം മൊത്തം നമ്മൾ ഹോൾസെയിൽ കൊടുക്കണ്ടല്ലോ, കുറേ സാധനം നമുക്ക് റീറ്റെയിൽ ആയിട്ടും കൊടുക്കാം. പിന്നെ സ്ഥിരമായിട്ട് നമുക്കൊരു തൊഴിലുമായി അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് തോട്ടത്തിൽ പോകണം. പിന്നെ സ്ഥിരം ചീര കൊണ്ടായിരുന്നു സ്റ്റീഫനായിരുന്നു. അതിലിടയ്ക്കാണല്ലോ ഗിരിജ അവളുടെ കുടുംബക്കാരനെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനത് മാറ്റി കൊടുത്ത്. അവനാണെങ്കിൽ സ്ഥിരം ചീര എടുക്കണില്ല, എപ്പോഴെങ്കിലും എടുത്താൽ കാശും തരണില്ല. അമ്മായി എന്തേ? അവള് വരുന്നുണ്ട്. ഞാൻ നേരത്തെ അങ്ങോട്ട് പോന്നു. ഏതായാലും നമ്മൾ സ്ഥാപനം തുടങ്ങുമ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഇതൊക്കെ വേണ്ടേ, ലൈസൻസ് എടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ പേപ്പർ റെഡിയാക്കാൻ പോയതാ. എടാ അതിന് നിന്റെ കടയിൽ എല്ലാ പച്ചക്കറികളും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ? അല്ല അതിപ്പോൾ നമ്മുടെ തോട്ടത്തിലുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ വെക്കും. ഇല്ലാത്തത് ചന്തയെന്നോ അല്ലെങ്കിൽ വേറെ എവിടുന്നേലും എടുക്കും. നമ്മുടെ പച്ചക്കറി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കും. അങ്ങനെയൊക്കെ എടാ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലം തന്നെ, എന്നാലേ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റും. അല്ല വല്ല ഓണം കയറാൻ മൂലയില്ലായിരുന്നു അതൊന്നും നടക്കത്തില്ല. അല്ല അത് ആളൊക്കെയുള്ള സ്ഥലം തന്നെയാണ്. നമ്മുടെ ആ പാലം ഉണ്ടല്ലോ, പാലം കിടന്ന വളവിലൊരു പൂട്ടി കിടക്കുന്ന ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട് അവിടെ. അതിലൊരു റൂം ഒഴിഞ്ഞ് കിടക്കുക. നമ്മുടെ അബ്ബാസ് ഫാൻസി കട നടത്തിയിരുന്ന കട. കുറച്ച് തിരക്കുള്ള കട. അപ്പൊ അത് ഒഴിവായപ്പോ ചുളിവ് വാടകയ്ക്ക് തരാന്ന് പറഞ്ഞു പോണത്. അപ്പൊ എന്തായാലും ഒരു നല്ല സ്ഥലവും കിട്ടി. പിന്നെ വൈകുന്നേരം നേരത്ത് നിറയെ ആൾക്കാരുണ്ട്. കടക്കൊരു പേരിടണ്ടേ അമ്മാവ? അതിപ്പോ എന്താ നോക്കാനുള്ളത്, ഈ നാട്ടിലെല്ലാവർക്കും എന്റെ പേരറിയാം. അപ്പൊ എന്റെ കട എന്ന് അറിയാൻ വേണ്ടിട്ട് ഗിരിരാജൻ വെജിറ്റബിൾസ് പരിപാടി കഴിഞ്ഞു. ഗിരിരാജൻ വെജിറ്റബിൾസ്. അത് വേണ്ടടാ, പേരിടമേലും കൊച്ചുങ്ങളുടെ പേരൊക്കെ അല്ലേ ഇടുന്നത്. നമ്മുടെ കുട്ടികളുടെ പേര് ചേർത്തിട്ടേ ഇപ്പൊ തന്നെ ഇവിടുത്തെ നമുക്കിപ്പോ നല്ലു സയ്യു ഉണ്ട്. ഇപ്പൊ നല്ലു നയ്യു വെജിറ്റബിൾ ഇടാം. നല്ലുവിന്റെ നായും സയ്യുവിന്റെ നയ്യു വെജിറ്റബിൾസ്. അതൊരു പ്രത്യേക വെറൈറ്റി പേരല്ലേ. അതൊന്നും വേണ്ട. കൊച്ചുങ്ങളുടെ പേരിൽ നല്ലല്ലേ? ഇല്ല, അങ്ങനെയല്ല. ഒരു പച്ചക്കറി കടയാകുമ്പോഴും നമുക്ക് ആ പേരൊന്നും ശരിയാവത്തില്ല. അത് വല്ല മുട്ടായി കട അങ്ങനെയുള്ള ചെറിയ ഒരു കടയാണത്. അത് വേണ്ട. നമ്മളെല്ലാം നാപ്പറത്തല കുടുംബക്കാരാ. അപ്പം നമുക്കൊരു കുടുംബ ദൈവമുണ്ട്. അതുകൊണ്ട് നാപ്പറത്തല അമ്മ, അതാണ് എനിക്കിഷ്ടം ഉള്ള കാര്യം. ഞാൻ നാപ്പറത്തല അമ്മ വെജിറ്റബിൾ കടയ്ക്ക് നാപ്പറത്തലമ്മ, അതായത് ഈശ്വരഭക്തി ഉള്ളവരൊക്കെ നമ്മുടെ കടയിലേക്ക് വരും. പിന്നെ ഒരു ദൈവത്തിന്റെ കടാക്ഷം ഉണ്ടാവും. അപ്പൊ നാപ്പറത്തല അമ്മ അല്ലെ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കനക അല്ല, ഈ നാപ്പറത്തലമ്മ വെച്ചിട്ട് അല്ല കുട്ടി, ഈ ദൈവത്തിന്റെ പേര് നല്ലല്ലേ? നല്ലതാണെങ്കിൽ അങ്ങ് ഇട്. അതെന്താ ഇങ്ങനെ മോഹം കറപ്പിച്ച് പറഞ്ഞിട്ട് പോടും ഇല്ലേ? അല്ല അവർക്ക് ഇഷ്ടമില്ല തോന്നുന്നു കേട്ടോ പേര്. അവരുടെ കാര്യം അങ്ങനെ കിടക്കും. നീ അതൊന്നും വകവയ്ക്കണ്ട. ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. അവിടെയും കിടപ്പുണ്ട് 2 എണ്ണം. അപ്പം തങ്കത്തിന് വിഷമം വരത്തില്ല ഇവിടുത്തെ കൊച്ചുങ്ങളെ പേരിടുമ്പോഴത്തേക്ക്. അതാണ് കൊച്ചുകുട്ടി, ഇപ്പോഴത്തെ കൊച്ചു. അപ്പം 4 അക്ഷരം ചേർക്കേണ്ടി വരും. പക്ഷഭേദം വേണ്ട, അത് വേണ്ട. നാമൃതമ്മ തന്നെ മതി. അവളെ കുടുംബ ദൈവം.